ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരെന്ന് ഇന്ത്യ സഖ്യം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിന് ശേഷമാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഇന്നലെ പ്രമുഖ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ISRO മുൻ ശാസ്ത്രജ്ഞൻ M. അണ്ണാദുരൈ അടക്കം ചില പേരുകൾ ചർച്ചയായി. DMK നേതാവ് തിരുച്ചി ശിവയുടെ പേരും പരിഗണനയിലുണ്ട്. മമതാ ബാനർജി ഉൾപ്പെടെ നേതാക്കളുമായിട്ടുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമാകും ഇന്ന് അന്തിമ ധാരണയുണ്ടാവുക. തമിഴ്നാട്ടിൽ നിന്നുള്ള ആളായിരിക്കും സ്ഥാനാർത്ഥിയെന്നാണ് സൂചന. ശാസ്ത്രജ്ഞൻ മയിൽസ്വാമി അണ്ണാദുരൈയുടെ പേരിനാണ് മുൻതൂക്കം. ചന്ദ്രയാൻ 1, 2 ദൗത്യങ്ങളിൽ ഭാഗമായിട്ടുള്ള അണ്ണാദുരൈ കോയമ്പത്തൂർ സ്വദേശിയാണ്. സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ നിന്ന് വേണമെന്ന് DMK ആവശ്യപ്പെട്ടിരുന്നു. 2026-ൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ DMKയെയും സഖ്യകക്ഷികളെയും സമ്മർദ്ദത്തിലാക്കിയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള CP രാധാകൃഷ്ണന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വം NDA പ്രഖ്യാപിച്ചത്. തമിഴ്നാടിന് BJPയും കേന്ദ്ര സർക്കാരും പ്രാമുഖ്യം നൽകുന്നില്ലെന്ന ആക്ഷേപം DMK സഖ്യം ശക്തമായി ഉന്നയിക്കുമ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഗൗണ്ടർ വിഭാഗക്കാരനായ CP രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയത്. രാധാകൃഷ്ണന് പിന്തുണ നൽകാത്ത പക്ഷം തമിഴനും തമിഴ്നാടിനും എതിരായ നിലപാട് സ്വീകരിക്കുന്നതായി BJP അണ്ണാ DMK കക്ഷികൾ പ്രചാരണം നടത്തും. തമിഴ്നാട്ടിൽ നിന്നുള്ള മുഴുവൻ MPമാരും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പിന്തുണയ്ക്കണമെന്ന് അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി പ്രസ്താവിച്ചതും ഈ സാഹചര്യത്തിലാണ്. BJP മുതിർന്ന നേതാവും കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് തിങ്കളാഴ്ച DMK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനെ ഫോണിൽ വിളിച്ച് രാധാകൃഷ്ണന് വേണ്ടി പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു. CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണമെന്ന് സ്റ്റാലിനെ കണ്ട് അഭ്യർത്ഥിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് നയിനാർ നാഗേന്ദ്രൻ അറിയിച്ചു. തമിഴക രാഷ്ട്രീയ കക്ഷികൾ ഒറ്റക്കെട്ടായി CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണമെന്ന് BJP നേതാവ് K. അണ്ണാമലൈ ആവശ്യപ്പെട്ടു. അതേസമയം രാധാകൃഷ്ണന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വം മൂലം തമിഴ്നാടിന് ഒരു ഗുണവും ഉണ്ടാവില്ലെന്നും ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനത്തിനൊപ്പം പാർട്ടി നിലകൊള്ളുമെന്നും DMK വക്താവ് TKS ഇളങ്കോവൻ പ്രസ്താവിച്ചു. DMKയുടെ രാജ്യസഭാംഗമായ തിരുച്ചി ശിവ പോലുള്ള തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി തിരിച്ചടി നൽകാനാണ് ഇന്ത്യ സഖ്യം ആലോചിക്കുന്നത്. DMK, അണ്ണാ DMK കക്ഷികൾ ഉൾപ്പെടെ തമിഴകത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും അടുത്ത വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് രാധാകൃഷ്ണൻ. എന്തായാലും ഇന്ത്യ സഖ്യം ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമാവുക.